ഹായ് ഓൾ. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് മാധ്യമങ്ങളുടെ തമ്മിലടിയെക്കുറിച്ചാണ്. അത് ഞാൻ ഇത്ര സ്ട്രെസ് ചെയ്ത് പറയുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിലേക്ക് വാർത്ത എത്തിക്കുന്ന ആളുകൾ, നമ്മളെപ്പോലെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാർ ഈ ടി വിയിലും പത്രത്തിലും വരുന്ന വാർത്തകൾ, അതായത് ഇപ്പോഴത്തെ കാലത്ത് നമുക്കറിയാം ലൈവ് ന്യൂസാണ് ഇപ്പം മിക്കവാറും വരുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ അർജുൻ്റെ കേസ് നമ്മൾ 13 ദിവസമായിട്ട് അർജുൻ്റെ ഈ പറയുന്ന അപ്ഡേറ്റ്സ്, അർജുനെ കുറിച്ചുള്ള വിവരങ്ങൾ അറിയാനായിട്ട് കോടാനുകോടികൾ എന്ന് പറയുന്നില്ല, ലക്ഷക്കണക്കിന് ആളുകൾ ഇങ്ങനെ എന്താ പറയുന്നത് ന്യൂസ് ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തായി കാര്യങ്ങൾ, അർജുനെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയാനായിട്ട് നമ്മളെല്ലാവരും കാത്തിരിക്കുകയാണ്. കാരണം ഇത്രയും ദിവസമായിട്ട് എന്താ പറയുന്നത് അർജുൻ്റെ ലോറിയോ അല്ലെങ്കിൽ അർജുനെയോ കണ്ടെത്താനായിട്ട് കഴിഞ്ഞിട്ടില്ല. പക്ഷേ തീവ്രമായിട്ടുള്ള പരിശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിനിടയിലാണ് മാധ്യമങ്ങളുടെ തമ്മിലടി. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ റിപ്പോർട്ടറിലെ ഡോക്ടർ അരുൺ അവിടെ ആ സംഭവ സ്ഥലത്ത് പോയി റിപ്പോർട്ട് ചെയ്തതിനെക്കുറിച്ച് പല രീതിയിലുള്ള ആക്ഷേപങ്ങളുണ്ടായി. അതായത് അദ്ദേഹത്തിനെ പിന്തുണയ്ക്കുകയും അതുപോലെ തന്നെ ആദ്യം പിന്തുണയ്ക്കുകയും പിന്നീട് അതിനുശേഷം അദ്ദേഹത്തിനെ എടുത്തിട്ട് അലക്കുന്ന ഒരവസ്ഥ, അതായത് പിന്തുണച്ചവർ തന്നെ പിന്നിൽ നിന്ന് കുത്തി വീഴ്ത്തുന്ന ഒരവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് നമ്മൾ കണ്ട മറ്റ് രണ്ട് മാധ്യമങ്ങൾ, 24-ൻ്റെയും അതുപോലെ തന്നെ റിപ്പോർട്ടറുടെയും, റിപ്പോർട്ടറിൽ നിന്ന് 24-ൽ നിന്ന് റിപ്പോർട്ടറിലേക്ക് മാറിയ ഒരു എന്താ പറയുക ഒരു മാധ്യമ പ്രവർത്തകൻ 24-നെ കുറ്റം പറയുകയും 24-ൻ്റെ മേധാവി അതുപോലെ തന്നെ റിപ്പോർട്ടറിലേക്ക് പോയ ആ മാധ്യമപ്രവർത്തനെ കുറിച്ച് പറയുകയും ചെയ്തു. അതായത് ഒരു തമ്മിൽ അടിക്കുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും, സത്യം പറഞ്ഞ കോമ്പറ്റീഷനാണ്, ആരാണ് മുന്നിൽ നിന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള പല തത്രപ്പാടുകളും അല്ലെങ്കിൽ പല കോപ്രായങ്ങളും നമ്മൾ കാണേണ്ട ഒരു സിറ്റുവേഷനാണ്. നമ്മളെപ്പോലെയുള്ള ജനങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ എന്താ പറയുക, നമ്മൾ പുതിയ ഒരു വാർത്ത പ്രതീക്ഷിച്ച് നമ്മളിരിക്കുമ്പോൾ ഇതിപ്പോൾ അവരുടെ തമ്മിലുള്ള ഒരു തമ്മിലടി കാണേണ്ട ഒരു അവസ്ഥയാണ്. അതിൻ്റെ കൂടെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ഇതിൻ്റെ അകത്ത് പലരും മുൻനിരയിലുള്ള മാധ്യമപ്രവർത്തകരെ എന്താ പറയുക ഈ പ്രതികൂലിച്ച്, അതായത് അവരെ വളരെ മോശമായിട്ട് ചിത്രീകരിച്ച് സംസാരിക്കുന്ന വരെ നമ്മൾ കാണാറുണ്ട്. മനസ്സിലായോ? നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവരെക്കുറിച്ച് പേഴ്സണലായിട്ടോ നമുക്ക് ഒരാളെക്കുറിച്ചും പേഴ്സണലായിട്ട് അറിയത്തില്ല. അവരെ അവതരിപ്പിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് വിമർശനങ്ങളുണ്ടെങ്കിൽ നമുക്ക് വിമർശിക്കാം. പക്ഷേ എന്നും പറഞ്ഞാൽ അവരുടെ വീട്ടിലുള്ളവരെയും അല്ലാത്ത ഇതിനെക്കുറിച്ച് അറിയാത്ത അവരുടെ ബന്ധുമിത്രാദികൾ ഒന്ന് ഉദ്ദേശിച്ചത് അവരുടെ വീട്ടിലുള്ള ആൾക്കാരെ വരെ തെറി പറയുന്ന ആൾക്കാർ ഇന്നത്തെ സമൂഹത്തിലുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷയത്തിൽ നിന്ന് വിട്ട് പോകുന്നുണ്ട്. ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. എങ്കിൽ പോലും ഈ മാധ്യമപ്രവർത്തകർ തമ്മിലുള്ള ഒരു കോമ്പറ്റീഷൻ്റെ ഇടയിൽ നമ്മളെപ്പോലെയുള്ള സാധാരണപ്പെട്ട ജനങ്ങൾ ബലിയാടായി പോകുന്നുണ്ട്. കാരണം ഇവർ എന്താ പറയുക വാർത്തകൾ പൊലിപ്പിച്ച് കാണിക്കുകയും അവരുടെ റേറ്റിംഗ് കൂട്ടാനുമായിട്ട് പല പരിപാടികളും നടത്തുന്നുണ്ട്. അതായത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ തമ്മിൽ അടിക്കുകയാണ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു ബോക്സിങ് കാണുന്ന പോലെ രണ്ടുപേര് തമ്മിൽ ഇടിക്കുന്നു, അതിൻ്റെ അകത്ത് ആര് വീഴും ആര് ജയിക്കുമെന്ന് നമ്മൾ നോക്കിയിരിക്കേണ്ട ഒരവസ്ഥയാണ്. പക്ഷേ അങ്ങനെ നോക്കിയിരിക്കാനല്ല നമ്മളെപ്പോലുള്ള ആൾക്കാരിരിക്കുന്നത്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ശരിക്കുമുള്ള ഒരു നല്ല ശുദ്ധമായ അല്ലെങ്കിൽ നല്ല വാർത്ത കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളെപ്പോലുള്ളവർ ഇരിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന ഫീൽഡിൽ ഇങ്ങനെ അവർ തമ്മിൽ അടിക്കുമ്പോൾ നമ്മൾ അതും കൂടെ കാണേണ്ട ഒരു സിറ്റുവേഷനാണ്. മാധ്യമപ്രവർത്തകർ ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ തരുന്ന വാർത്തകൾ ശ്രവിക്കാനും അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ വാർത്താ മാധ്യമങ്ങളിൽ കൂടെ അറിയാനും ഒക്കെ ആയിട്ടിരിക്കുന്ന ആൾക്കാരാണ് നമ്മളെപ്പോലെയുള്ള ആൾക്കാർ. അപ്പം നിങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. നല്ല കാര്യങ്ങൾ, നല്ല വാർത്തകൾ അല്ലെങ്കിൽ കൃത്യമായിട്ട് വാർത്തകൾ നമുക്ക് തരുന്നുണ്ട്. പക്ഷേ TRP റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച് ജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കരുത്. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാകുന്നത് എന്നാന്ന് വെച്ചാൽ നമ്മളിത് കാണുമ്പോൾ നിങ്ങൾ ഞങ്ങളുടെ മുന്നിൽ പരിഹാസ്യരായിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അങ്ങനെ ആകാതെ നന്നായിട്ട് നല്ല വാർത്തകൾ തന്ന്, അതായത് TRP റേറ്റിങ്ങിന് വേണ്ടിയിട്ട് കുറേയധികം വാചക കസർത്ത് നടത്താതെ കൃത്യമായിട്ടുള്ള വാർത്തകൾ ജനങ്ങൾക്ക് നൽകി, എന്താ പറയുക നമ്മളെപ്പോലുള്ള ആൾക്കാർ കൃത്യം വാർത്തകൾ അറിയാനിരിക്കുന്നതാണ്. അപ്പം ഞങ്ങളെപ്പോലുള്ളവർക്ക് കൃത്യം വാർത്ത അറിയാനുള്ള ഒരു നിങ്ങളുടെ തമ്മിലുള്ള അടിയൊന്ന് മാറ്റണമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്, അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ഇട്ടത്.